ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പുറത്തിരുന്നുണ്ടായതുകൊണ്ട് കുറച്ച് സൗണ്ട് കുറച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. എല്ലാവരുടെയും ഡൗട്ടാണ് കേട്ടോ, എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് പൈസ കിട്ടിയോ എന്നുള്ളത്. ശരിക്കും പൈസ കിട്ടിയിട്ടില്ല. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് വീഡിയോസിനകത്തോടൊന്നും ഒരു ഏണിങ്സും ഉള്ളതാണ് യാഥാർത്ഥ്യം. ഈ മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മുടെ യൂട്യൂബിനകത്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ വ്യൂസ് തീരെ കുറച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പക്ക ഡെഡാണ് എൻ്റെ ചാനലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വ്യൂസ് ഒന്നും കയറുന്നില്ല. ഒരു 1K 2K 3K ഒക്കെ കയറിക്കൊണ്ടിരുന്ന വീഡിയോസിനൊക്കെ 50 60 70 എന്നൊക്കെയാണ് കേട്ടോ വ്യൂസ് കയറുന്നത്. അതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ട് വ്യൂസ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസിനകത്തൊന്നും പൈസ കയറുന്നില്ല കേട്ടോ. ആകെ എനിക്ക് സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് എടുക്കുന്നതും ലൈവ് സ്ട്രീമിനകത്തൊന്നും ഇപ്പം പിന്നെ ലൈവ് സ്ട്രീമിനകത്ത് ഓപ്ഷൻ പുതിയ അപ്ഡേറ്റ്, അതുപോലെ തന്നെ യൂട്യൂബ് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ പേര് ഗിഫ്റ്റൊക്കെ തന്നു, കുറേ പേര് സൂപ്പർ ചാറ്റൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്തൂടാണ് കേട്ടോ എനിക്ക് വരുമാനമുള്ളൂ. അല്ലാതൊന്നും എനിക്ക് ഡോളർ കയറുന്നില്ല. അപ്പോൾ അതിനകത്തൂടാണെങ്കിലും ഇത്ര പെർസെൻറ്റേജ് യൂട്യൂബ് എടുത്തിട്ട് ബാക്കിയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെറുതായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ പുറമേ നിന്ന് ഒരാൾക്ക് നോക്കിക്കഴിയുമ്പോൾ, ഞാൻ കുറേ നാളായി ചാനൽ തുടങ്ങിയിട്ട് കുറേ വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് ഇത്ര നാളായി. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പം എല്ലാവരും വിചാരം അടുത്ത മാസം മുതൽ ഏണിങ്സ് കിട്ടി തുടങ്ങുമെന്നാണ് കേട്ടോ. അതൊക്കെ വെറുതെയാണ്. ഞാനും വിചാരിച്ചിരുന്ന മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ടാലും വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഫുള്ള് വ്യൂസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്ര വ്യൂസ് ഭയങ്കര ഡിമ്മായി. അപ്പം പിന്നെ നമുക്ക് എത്ര വീഡിയോ ഞാൻ ഇട്ടാലും എനിക്കൊരു 50-60 വ്യൂസാണ് കിട്ടുക. എനിക്ക് വിഷമം വരും കേട്ടോ അത് കാണുമ്പോൾ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട 4000 വാച്ചിങ് അവറും കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നപ്പോഴും മോണിറ്റൈസേഷൻ കഷ്ടപ്പെട്ട് എങ്ങനെയും മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞുകൊണ്ട് പാടുപെട്ട് കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കി എടുത്തിട്ട് പോലും നമുക്ക് വ്യൂസ് പിന്നെ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ആ ആഴ്ച മുതൽ വ്യൂസ് ഭയങ്കര കുറഞ്ഞു. നല്ല ശബ്ദമുണ്ട് കേട്ടോ. ഒന്നാമത് കാശി അവിടെ നിന്ന് വണ്ടിക്കകത്ത് കളിക്കുന്ന, അതിലൂടെ വണ്ടി പോകുന്ന സൗണ്ട് അല്ലാതെ റോഡിൽ നിന്നുള്ള സൗണ്ട് അതൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥിതി. അപ്പം ഇനി പക്ഷേ യൂട്യൂബൊക്കെ ചാനലൊക്കെ ആർക്കാണ് എപ്പോഴാണ് ക്ലിക്ക് ആവുമെന്ന് പറയാൻ പറ്റൂല. ഇനി പുതിയതായിട്ടൊരു ചാനൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ വിചാരിച്ചിട്ട് ഡെസ്പായിട്ടിരിക്കണം. ചിലർക്കൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവും. തലവരെ നന്നാകണം, അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. നമ്മൾ എത്ര ക്ലാരിറ്റിയുള്ള വീഡിയോ എത്ര കഷ്ടപ്പെട്ട് എത്ര സമയം മെനക്കെട്ട് എടുത്തിട്ടും കാര്യമില്ല. ക്ലിക്ക് ആവണമെങ്കിൽ അവൻ്റെ തലവര നേരെയാവണം, അത്ര തന്നെ. കാശി സൗണ്ട് ഉണ്ടാക്കുകയാണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുന്നവരൊക്കെ തുടങ്ങിക്കോളൂ കേട്ടോ. ആരും ഡെസ്പായി പോകണ്ട ഞാൻ പറയുന്ന കേട്ടിട്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ചോദിക്കും കേട്ടോ. ഒന്നാമത് ലൈവും വീഡിയോസൊക്കെ കാണുമ്പം എന്ത് പറ്റും, അവർ വിചാരിക്കും ഓഹോ പരസ്യം വരുന്നുണ്ടല്ലോ, അപ്പം മോണിറ്റൈസേഷൻ ആയല്ലോ, അപ്പം പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പൈസ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാതിരിക്കത്തില്ല. കാരണം ഞാൻ 2 വർഷമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രതിഫലം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെയാണ് അറിയിക്കേണ്ടത്. നിങ്ങൾ കാരണമാണ് എനിക്ക് കിട്ടുക. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ അറിയിക്കാതിരിക്കുമോ? അതെന്തായാലും അറിയിക്കും കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ അവരെന്നോട് മോണിറ്റൈസേഷൻ ആയോ പൈസ കിട്ടി തുടങ്ങിയോ എന്നൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ഞാൻ ഇത് പറയാം, വ്യൂസ് കുറഞ്ഞത് ഈ ചാനലൊന്ന് കയറി നോക്കുക എന്നൊക്കെ ഞാൻ പറയും കേട്ടോ. അത് ലൈവിൽ കയറുന്നവരോട് ലൈവിൽ വന്നിട്ട് ചോദിക്കുന്നവരോട് ഞാൻ പറയും, എൻ്റെ ചാനലൊന്ന് കയറി നോക്കി വ്യൂസൊക്കെ തീരെ കുറഞ്ഞു, അല്ലാതെ എനിക്ക് പൈസ കിട്ടി തുടങ്ങിയില്ല എന്ന് പറയും. ചിലരൊക്കെ വന്നിട്ട് വെറുതെ കളിയാക്കാനാണോ അല്ലാതെ സീരിയസ് ആയിട്ടാണോ 100 രൂപ ചേച്ചി 500 രൂപ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഏണിങ്സ് ഒന്നും കയറി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം $100 ആയിക്കഴിഞ്ഞാലേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. $100 ആഡ്സൻസിൽ കയറി കഴിഞ്ഞാലേ നമുക്ക് അക്കൗണ്ടിലോട്ട് കയറത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാവരും ലൈവൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകളാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊന്ന് പറയണമെന്ന് തോന്നും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തത്.
ഇനി നമ്മൾ കുറച്ച് നേരം കാശിയോട് സംസാരിക്കാം. വാ കാശി. പിന്നെ ഞാനാണെങ്കിൽ ഫേസ്ബുക്കിനകത്തും ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചല്ലാതെ റീസെല്ലിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് നോക്കാം. കാല് വെപ്പ് നടത്തിയിട്ടുണ്ട്, നമുക്കിനി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അഫിലിയേറ്റഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഫേസ്ബുക്കിനകത്ത് എടുത്തിടുന്നുണ്ട്. കാശ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുത്ത് നല്ലൊരു വീഡിയോ ആയിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.